കൊല്ലം തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ വീടും റോഡുകളും വീടിന്റെ ചുറ്റുമതിലുകളും കടലെടുത്തു. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് കടലാക്രമണം രൂക്ഷമാകാൻ കാരണമെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് കൊല്ലം മുണ്ടക്കൽ തിരുവാതിര നഗറിൽ കടലേറ്റം രൂക്ഷമായത്. ഇവിടെ മാത്രം നിരവധി വീടുകളും വീട്ടിലേക്കെത്താനുള്ള വഴിയുമെല്ലാം കടലെടുത്തു. ഇനി അവശേഷിക്കുന്നത് കുറച്ച് വീടുകൾ മാത്രം. വളരെ സങ്കടമാണ്. ഞങ്ങൾക്ക് കിടക്കാനൊക്കത്തില്ല. ഇനിയുള്ള കാലങ്ങളൊന്നും ഞങ്ങൾക്ക് കിടന്നുറങ്ങാനൊക്കത്തില്ല. അതേ കണ്ടീഷനായി വരുവാന്ന് റോഡിലോട്ടും കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ വില്ലേജ് ഓഫീസറും ഒക്കെ വന്നിട്ട് പോയതാണ്. വന്ന് നോക്കിയിട്ട് പോയി പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പ്രദേശത്ത് അശാസ്ത്രീയമായി പുലിമുട്ട് നിർമ്മിച്ചതാണ് കടലേറ്റം രൂക്ഷമാകാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ മുട്ട് കൊണ്ട് ഇട്ടപ്പോഴത്തെ ഞങ്ങൾ എതിർത്തതാ. അപ്പോൾ പറഞ്ഞ ഇത് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് വിടിയിക്കുമല്ലേ. അപ്പം ഞങ്ങൾ പറയും വിടിയിച്ചിട്ട് പോരെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ഇട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കര കിട്ടത്തോളൂ. ഇപ്പോൾ അതാണ് കര പോയി മൊത്തത്തിൽ പോയിരിക്കുക. പക്ഷേ ഇത് വീണിട്ടില്ല, ഫണ്ട് വന്നിട്ടില്ല പറഞ്ഞ് നമ്മളായിട്ട് ഇഴപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെവിടെ പോകും? ഗർഭിണികളും കൈക്കുഞ്ഞുങ്ങളുമടക്കം നിരവധി പേരാണ് കടലേറ്റം രൂക്ഷമായതോടെ ഇവിടെ ദുരിതത്തിലായിരിക്കുന്നത്. പലരെയും മാറ്റിപ്പാർപ്പിച്ചു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലം സന്ദർശിച്ചു മടങ്ങുന്നതല്ലാതെ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. വരും ദിവസങ്ങളിലും കടലാക്രമണം രൂക്ഷമായാൽ പ്രദേശം പൂർണ്ണമായും കടലെടുക്കും. ഞാൻ നിൽക്കുന്ന ഈ തിരുവാതിര നഗറിൽ മാത്രം 20ഓളം വീടുകൾ പൂർണ്ണമായും 65ഓളം വീടുകൾ ഭാഗികമായും കടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഓരോ നിമിഷവും ഭീതിയോടെയാണ് ഇവിടുത്തുകാർ ഇവിടെ താമസിക്കുന്നത്. ബൈജുവിന്റെ വീടിനരികിൽ നിന്നും പ്രതിവാളത്തുകളിലുമൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.